ഹായ്, ഞാൻ അഷിക. എൻ്റെ വീട് കോഴിക്കോടാണ്. ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ BA സെക്കൻഡ് ഇയർ മ്യൂസിക് വിദ്യാർത്ഥിയാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഓഡീഷൻ്റെ കാര്യം എനിക്ക് പോസ്റ്റർ അയച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഓഡീഷന് വീഡിയോ അയച്ചു കൊടുക്കേണ്ടത് മമ്മീൻ്റെ അടുത്ത് കോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ മമ്മി നേരത്തെ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മമ്മി ഒരു സിംഗറാണ്. അംബീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മ്യൂസിക് ഫീൽഡിൽ തന്നെ നിന്ന് നല്ലൊരു പെർഫോമർ ആവണം, പിന്നെ മ്യൂസിക്കിനെ കുറിച്ച് കൂടുതൽ അറിയണം, ക്ലാസിക്കൽ മ്യൂസിക്കും അല്ലാതെ ഹിന്ദുസ്ഥാനി അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ വോയിസ് ഓഫ് കേരളയിൽ എൻ്റെ ആദ്യത്തെ സോങ് പാടാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെയായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ഫ്ലോറിൽ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പാടുമ്പോൾ എങ്ങനെയായിരിക്കും, പിന്നെ ജഡ്ജസിൻ്റെ കമൻറ്റ് എന്തായിരിക്കും, അങ്ങനെ മാർക്ക് എല്ലാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തെങ്കിലും നല്ലോണം പാടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.
ആഹാ, ഇതെന്തായിരുന്നു? അഷിക ഭംഗിയായിരുന്നു. ആ ബാക്ക്ഡ്രോപ്പിൽ മഴയൊക്കെ പെയ്തിട്ട് അഷിക അവിടെ നിന്ന് പാടുന്ന കേൾക്കാനും കാണാനും നല്ല ഭംഗിയായിരുന്നു. താങ്ക് യു. ഭയങ്കര എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിപ്പോയി അല്ലേ? അഷിക നല്ല സ്വീറ്റ് ആയിരുന്നു കേട്ടോ പാടിയത്. താങ്ക് യു സർ. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ആ തുടക്കത്തിൽ മാത്രം ഒരു ചെറിയ ടെൻഷൻ ഫീൽ ചെയ്തു ജൂണിലെ നിലാമഴയിൽ. പക്ഷേ പാതി ചാരുന്ന് തുടങ്ങുന്ന അനുപല്ലവി തൊട്ട് പൊളിച്ചു. താങ്ക് യു സർ. സ്വീറ്റ് നൊട്ടേഷനും അതിൻ്റെ ശ്രുതി എല്ലാം കറക്റ്റായിരുന്നു. നല്ല ഡിക്ഷനും നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു വാക്കുകൾക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു നാണമായെന്ന് പറഞ്ഞാല് യു ഫെൽറ്റ് ശരിക്കും നാണം. അത് തോന്നിയായിരുന്നു അവിടെ ഒരു നാണം, ഒരു എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്നു. നന്നായിട്ടുണ്ട്. അത് ഒറിജിനലി ഉണ്ടായിരിക്കാം, ബട്ട് യു ഹാവ് ഡൺ ഇറ്റ് വെരി ബ്യൂട്ടിഫുൾ. പാടുമ്പോൾ ഇത്രയൊന്നും ടെൻഷൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു ചെറിയൊരു നമ്മളിവിടെ നിന്ന് പാടുമ്പോൾ ഒരു ചെറിയ നിഴല് ഷെയ്ഡ് ഓഫ് ടെൻഷൻ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്തേക്കും. അത് അവോയ്ഡ് ചെയ്താൽ യു ക്യാൻ സിങ് മച്ച് ബെറ്റർ ദാൻ ദിസ്. ഇപ്പൊ പാടിയത് നന്നായി. ടെൻഷനായിട്ട് ഇങ്ങനെ പാടി കഴിഞ്ഞപ്പോൾ ടെൻഷനില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? തുടക്കത്തിന്റെ ഒരു ടെൻഷനായിട്ട്. അതെ അല്ലേ? അല്ല, പാട്ടിന്റെ തുടക്കത്തിലും ആ ഒരു ടെൻഷനായിട്ട് പാട്ട് പാടി അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ മറന്നു. അതെ, പിന്നെ നന്നായിട്ട് പാടി. എവിടെയാ വീട് മോളുടെ? കോഴിക്കോട്. പാട്ട് വീട്ടില് അയാഷിക്ക് മാത്രമേ ഉള്ളൂ അതോ ബാക്കി? അല്ല, അമ്മ മ്യൂസിക് ടീച്ചറാണ്, അച്ഛനും പാടും. അടിപൊളി. നിങ്ങളെല്ലാവരും കുടുംബത്തോടെ പാട്ടുകാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. മിക്കവാറും ഫുൾ ഫാമിലി മ്യൂസിക്. അടിപൊളി. യെസ്, നന്നായി പാടി മോളെ, നന്നായി പാടി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അഞ്ജലി. അഷിക, ശരിക്കും ഈ ഗ്രാഫിക്സ് ടീമിന് ഒരു വലിയ കൈയടി കൊടുക്കണം. വിസ്താര എന്തൊരു മനോഹരമായിരുന്നു. ജൂണിലെ നിലാമഴ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിൽ ആ മഴയും അതിൻ്റെ കൂടെയുള്ള ലൈറ്റ്സും അതിൻ്റെ ഇടയിൽ ഒരു പനിനീർ പുഷ്പം പോലെ ഒരു അഷിക നിന്ന് പാടുന്നു. ബ്യൂട്ടിഫുൾ വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. എനിക്ക് അഷിക ഇങ്ങ് ഓടി വാ. അഷിക വിചാരിക്കും ഞാൻ അഷികയ്ക്ക് വല്ല ക്യാഷ് പ്രൈസോ അല്ലെങ്കിൽ മിഠായിയോ വല്ല ആണെന്ന്. പക്ഷെ ഞാൻ അതിലും മധുരമുള്ള ഒരു സമ്മാനം. ഓടി വരൂ അഷിക. നല്ലൊരു ഹഗ് കിട്ടി അല്ലേ? ചില പാട്ടുകൾ പാടി ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അത്തരത്തിലുള്ളൊരു പാട്ടാണിത്, ജൂണിലെ പറഞ്ഞ പാട്ട്. അത് ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പാട്ട് ഈ കുട്ടി എങ്ങനെ ഫിനിഷ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് പോകെ നന്നായി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് എനിക്കൊന്ന് ചരണം ആയപ്പോഴത്തേക്ക് അങ്ങ് ഫുൾ സ്വിങ്ങിൽ അങ്ങ് പോവാണ് ആള്. നല്ല സുഖമായിട്ട് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഇങ്ങനെ ആസ്വദിച്ച് പോകുന്ന പോലെ, ഞാനിങ്ങനെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ സുഖമായിട്ട് കേൾക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. അത്ര മനോഹരമായിട്ട് പാടി. ടുവേർഡ്സ് ദി എൻഡ് ഒക്കെ അസലെന്ന് പറഞ്ഞാൽ അസലായിട്ട് പാടി. ഈ ഇനീഷ്യലി ഉള്ള സ്റ്റേജസ് ഇപ്പോൾ സാർ പറഞ്ഞ പോലെയുള്ള കറക്ഷൻസ് ഒക്കെ ചെയ്യുക. പക്ഷെ ഞാൻ പറഞ്ഞ തുടക്കക്കാരി എന്നുള്ള രീതിയിൽ ആ കുട്ടി പാടിയതിൻ്റെ ഒരു ഫീലും ഒരു എക്സ്പ്രഷൻസിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു.
അത് മനോഹരായിരുന്നു. ഗോഡ് ബ്ലെസ് യു. അച്ഛനും അമ്മയുടെയും എപ്പോഴും അവരുടെ അനുഗ്രഹവും അവരുടെ പാട്ടും കൂടെ തന്നെ കൊണ്ടുപോകാം. ആ ബ്ലെസ്സിങ്സോട് കൂടി നന്നായി പാടിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഇപ്പോൾ നല്ല മൂഡോടെയാണ് പോയിരിക്കുന്നത് അല്ലേ? ഒരു ഹഗ്ഗൊക്കെ കിട്ടി അതെ, അതെ. അത്ര എളുപ്പം കിട്ടുന്ന കാര്യങ്ങളല്ല അത്. ഒരിക്കലും അവൻ മോള് വളരെ സന്തോഷത്തിലാണ്. ഈ സന്തോഷത്തില് ഈ ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരു 2 ലൈൻ ഒന്ന് അവരുടെ കോഡിന്റെ അകമ്പടിയോട് കൂടിയിട്ടൊന്ന് പാടാമോ? ഇപ്പൊ എല്ലാം കഴിഞ്ഞല്ലോ, ടെൻഷനൊക്കെ മാറിയില്ലേ? മത്സരം കഴിഞ്ഞു. നൗ യു സിംഗ്. നോക്കട്ടെ ആ ഹഗ്ഗിന് പവർ വല്ലതും ഉണ്ടോ നോക്കട്ടെ. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞു നിൽക്കേ, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞു നിൽക്കേ, ഒരു ലോലമാം നറുത്തുള്ളിയായി, ഒരു ലോലമാം നറുത്തുള്ളിയായി നിന്റെ നെറുകിലുരുകുന്നതിൻ ഹൃദയം, ജൂണിലെ നിലാമഴയിൽ മഴയിൽ മഴയിൽ മഴയിൽ. ആഹാ, മച്ച് ബെറ്റർ. ഇറ്റ്സ് വെരി നൈസ്. ഇത്ര നന്നായിട്ട് ജൂൺ പാടിട്ടെ ജൂൺ പോലെ ഉണ്ട് ഇപ്പൊ എനിക്ക്. എനിക്കൊരു കൺഫ്യൂഷനായി, ഇതിപ്പോ ഏതാ മാസം എന്ന്. ജൂൺ വെക്കാൻ ജൂണാണെന്ന് വെക്കാം അല്ലേ? ഉറപ്പിച്ചു, ഞാൻ ഉറപ്പിച്ചു, എനിക്കിത് ജൂൺ മാസം ആണല്ലേ? ഉറക്കം വരുന്നുണ്ടോ? ചെറുതായിട്ട്. ആ, അത് തോന്നി. ആ, എന്തൊക്കെയുണ്ട്? സുഖം. എന്റെ ചാത്തന്മാർ വേറെ കാര്യം എന്നെ അറിയിച്ചു. അതിന്റെ ഒരു സന്ദർഭം അതെങ്ങനെയായിരുന്നു എന്ന് പറയാവോ? ചിത്ര ചേച്ചിയുടെ കൂടെ പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. ഓ, അത് എവിടെ വെച്ചായിരുന്നു മോളെ? തിരുവനന്തപുരത്ത് വെച്ച് ഒരു ഓണത്തിന്റെ പരിപാടിക്ക്. ഏത് പാട്ടാ പാടിയേ? മേലെ വെണ്ണിൻ മുറ്റത്താരോ. ആണോ? എന്റെ ചിത്ര ചേച്ചി എന്ത് പറഞ്ഞു? നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സന്തോഷത്തെ ആ പാട്ട് രണ്ടുപേരും പാടണമെന്നുണ്ടോ? പാടാം. മേലെ വെണ്ണിൻ മുറ്റത്താരോ വെള്ളിത്തിങ്കൾ ദീപം വച്ചു, ആടിപ്പാടും നീടക്കാറ്റു രാവോ, ഓട്ടുരുളിക്കുമ്പിൽ കുത്തി കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ മിന്നാമിന്നി പൂവായി കോർത്തതാരോ, ചുറ്റും ശീലം പോലെയുമായി ചുറ്റി വരും പീലിത്തെന്നൽ സന്ധ്യാനാമം ചൊല്ലി കേൾക്കുന്നേരം, മേലെ വിണ്ണിൻ മുറ്റത്താരോ വെള്ളിത്തിങ്കൾ ദീപം വച്ചു, ആടിപ്പാടും മേടക്കാറ്റു രാവോ. ഈ സന്തോഷത്തിൽ മാർക്ക് കൊടുക്കൂ. ഔട്ട് ഓഫ് 50 43. താങ്ക് യു. നൈസ്. ആൻഡ് മഞ്ജരി 44. ഓ, അപ്പൊ ടോട്ടൽ എത്രയായി? BSc മാത്സ് വളഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക് വലിക്കുന്നുണ്ടോ ചോദിക്കുമെന്ന് പേടിച്ച്? 87. അടിപൊളി. 100-ൽ 87 മാർക്ക്. അടിപൊളി അഷിക, തുടക്കം അടിപൊളിയായില്ലേ? അപ്പൊ ഇനി ഉഷാറായിട്ട് നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാക്കിക്കുള്ളിലെ ഒരു കലാകാരനാണ്. പേര് ഷിഹാബ്. ഞാനിപ്പോൾ 20 വർഷം കഴിഞ്ഞു പോലീസിൻ്റെ ഭാഗമായിട്ട്. വളരെ ചെറുപ്പം മുതൽ പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു സഭാകമ്പവും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അറിവില്ലായ്മയും എല്ലാം കൊണ്ട് ആ കാലഘട്ടത്തിലൊന്നും പാടാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിലേക്ക് എത്തപ്പെടാനോ സാധിച്ചില്ല. എൻ്റെ നാട്ടിൽ ചേലക്കുളത്ത് തന്നെയുള്ളൊരു ക്ലബ്ബ്, എക്കോ ക്ലബിൻ്റെ ഒരു ഭാരവാഹിത്വത്തിലേക്ക് വന്നതോടുകൂടിയാണ് പാട്ടിനുള്ള ആ ഒരു കാര്യങ്ങളും അതിനുള്ള അവസരങ്ങളൊക്കെ തുറന്നു വരുന്നത്. പൊതുവേ ഇന്ന് നമ്മൾ കല ആസ്വദിക്കാൻ കഴിവുള്ള എല്ലാവരും പാട്ടുകാരായിട്ട് വളരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം കരോക്കെ എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും പാട്ടുകാരാണ്. അതുപോലെ തന്നെ പോലീസിലും ഒരുപാട് പാട്ടുകാർ ഇങ്ങനെ ഒതിച്ചു ഉയരുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിലൊരു ഭാഗമാണ് എനിക്കും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുവരെ സ്റ്റേജ് ഷോകൾ അങ്ങനെ പങ്കെടുത്തിട്ടില്ല. നമ്മൾ അത്യാവശ്യം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കല്യാണ വീടുകൾ അല്ലെങ്കിൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസ് അങ്ങനെയുള്ള പരിപാടികളില്ല. അല്ലെങ്കിൽ പിന്നെ ഈ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അങ്ങനെ നിരവധി വേദികൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ളൊരു ഷോയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഉള്ളത്.
വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല നീയും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ആദരമൃത ജലശേഖരം നയനമദന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചുരുൾ ചായൽ എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്നു പുൽക ഒന്നാകുവാൻ അഴകേ ഒന്നാകുവാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല നീയും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. നദികളൊഴുകുന്നതോ കനകനിധികളൊഴുകുന്നതോ കനിമഴയോ പുലരൊളിയോ കാലഭേദമെഴുതിയൊരീ കാവ്യസംഗീതം കന്നിത്താരുണ്യം വണ്ണത്തേൻ കിണ്ണം അതിൽ വീഴും തേൻ വണ്ടു ഞാൻ നനയും തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല നീയും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല നീയും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. സൂപ്പർ സൂപ്പർ. കലക്കി കടു വറുത്തു. നല്ലൊരു കൈഡി. ഒരു സംശയം ചോദിച്ചോട്ടെ, എന്റെ ചാത്തന്മാരെ അറിയിച്ചു ASI എന്നാണോ? ആണ് ആണോ ആണോ? ഈശ്വര, അപ്പൊ കറക്റ്റാ. സാർ പാടിയതെല്ലാം കറക്റ്റാണ്. കറക്റ്റ്, ഒരു പ്രശ്നമില്ല. പറ്റിയ 199 കൊടുത്തിട്ട് ബാക്കി എവിടെയും ഞങ്ങളെ കണ്ട് ഫൈൻ അടിക്കരുത്. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ കാക്കിക്കുള്ളിലെ കലാഹൃദയം. ഔസേർ പറയൂ. അത് കറക്റ്റ്. താങ്ക് യു സാർ. അല്ല, അത് നമ്മൾ നോക്കണമല്ലോ. അവരുടെ ജീവിതവും അവരുടെ സാഹചര്യങ്ങളും അത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുക എന്ന് പറയുന്നത് നൈസ്, വെരി നൈസ് മാൻ. നല്ലൊരു അറ്റംപ്റ്റ് നടത്തി. പാട്ട് പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇഷ്ടം കൊണ്ട്, പാട്ടിനോടുള്ള ഇഷ്ടം, അതാണ് ആവശ്യം. ആദ്യം വേണ്ടത് അതാണ്. പാട്ട് പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഇതിപ്പോൾ ജീവയ്ക്കുണ്ട് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്, അത് കാരണം ജീവിക്ക് പാടാൻ പറ്റുന്നില്ല. പക്ഷേ തൃശ്ശൂര് SI പരിചയമുണ്ടോ? ഒന്ന് ആവശ്യം. അല്ല, പബ്ലിക്കായിട്ട് ഒരാളെ അപമാനിക്കുന്നതിന് എന്താ കേസ്? ഷിഹാബിനോട് എനിക്ക് വേറെ കാര്യം ചോദിക്കാം. ഷിഹാബിന് പാട്ട് ഇത്ര ഇഷ്ടമാണ്. ഒരു ഗായകൻ, നല്ലൊരു ഗായകൻ റോങ് സൈഡിൽ വണ്ടി ഓടിച്ചു പോകുന്നു. അപ്പോൾ ഷിഹാബ് അത് കാണുന്നു, വണ്ടി നിർത്തി എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നിയമലംഘനം കണ്ട അതനുസരിച്ച് ശിക്ഷ കൊടുക്കും. അല്ലേ? ഇതിൽ ഒന്നുമില്ല.
ആ സ്പിരിറ്റ്, ആ പാട്ടിലുള്ള സ്പിരിറ്റ് നന്നായിരുന്നു. സ്പിരിറ്റ് ആര് കടത്തി? അയ്യോ ഇങ്ങനെ നിക്കുമ്പോ അങ്ങനൊന്നും പറയല്ലേ. അതൊന്നുമില്ല സാർ, പണ്ട് കൊറോണ സമയത്ത് ചെറുതായിട്ടൊന്ന് മറ്റേ പൈനാപ്പിൾ ഇട്ട് വാറ്റി അതിന്റെ അതിവിടെ പറയല്ലേ, ഇത് കേസാവും. ഒരു കൊറോണ സമയത്ത് സാർ അതുപോലെ പാട്ട് പാടി ഇൻസ്റ്റയിലല്ലേ, ഇൻസ്റ്റയിലിട്ട് അത് അങ്ങനെ വൈറലായി. അതങ്ങനെ വൈറലായി. ഒരുപാട് പിന്നെ മ്യൂസീഷ്യൻസ് അതിന് കമന്റ് ചെയ്തു. അങ്ങനെയാണ് അല്ലേ കുറച്ച് സീരിയസ് ആക്കി എടുത്തത്. പിന്നെ അതിനുശേഷം പാട്ട് ജോലി, പാട്ട് പെറ്റി, പാട്ട് ഫൈന്, അങ്ങനെ പോകുന്നു. പാട്ടിൽ കുറച്ചും കൂടി സമയം ചെലവഴിക്കുന്നത് നല്ല അല്ലേ, കുറച്ചും കൂടി. കാരണം ഇത്രയും നന്നായിട്ട് പാടുന്നുണ്ട്. ഇതൊക്കെ ദൈവം തന്നിരിക്കുന്ന വരങ്ങളാണ്, ഇത് എല്ലാവർക്കും കിട്ടത്തില്ല. പ്രത്യേകിച്ച് ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യം ജോലിയും വെച്ചിട്ട് ഇങ്ങനെ പാടാൻ സാധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വലിയ കാര്യമാണ്. നമ്മളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മൾ തന്നെ ഇപ്പോൾ പാട്ട് പാടാനിരിക്കുന്ന നേരത്തെ എന്തെങ്കിലും ഒരു ഇഷ്ടമില്ലാത്തൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പാട്ട് കയ്യിൽ നിന്ന് പോകും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ വലിയ അച്ചീവ്മെൻ്റ് ആണ്. സോ ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ് ഷിഹാബ്. ഇനി കുറച്ചും കൂടി എങ്ങനെ ഗ്രൂമിംഗ് ഒക്കെ അവർ ചെയ്യുന്നുണ്ടല്ലോ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ നൊട്ടേഷനൊക്കെ പലയിടത്തൊക്കെ നോട്ട്സൊക്കെ മാറിപ്പോകുന്നതൊക്കെ അവർ പറഞ്ഞു തരും. ഇത് പെട്ടെന്ന് സ്റ്റേജിൽ വന്നിട്ട് നമ്മളിപ്പോൾ അങ്ങനെ മാറ്റി പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി ആർക്കും പാടാൻ പറ്റില്ല. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നാവട്ടെ, എല്ലാ കാര്യങ്ങളും ഗംഭീരമാവട്ടെ, അടിപൊളിയാവും. താങ്ക് യു സാർ. എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയുള്ളൊരു സംഭവമായിരുന്നു, ഒരു കൗതുകം തോന്നിയത്. ഇപ്പം സാറിപ്പം അവിടെ എങ്ങനെയായിരിക്കും പാട്ട് പഠിക്കുന്നത് കളി? കാരണം ഞങ്ങളുടെ ഈ മ്യൂസിക്കൽ വൈഫ് ചെയ്യുന്ന സമയത്ത് അവർ ഭാര്യമാര് കുട്ടികളെ നോക്കണം. അപ്പം ഒരു കുട്ടിയൊക്കെ ഉറക്കി എല്ലാം കഴിഞ്ഞ് 12 മണിക്ക് രാത്രിയൊക്കെയാണ് ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഒക്കെ ഇവിടെ വന്നിട്ട് പാടുന്നത്. അപ്പം അത്രയും ഇവര്, ഞാനിങ്ങനെ ആയിരിക്കും സാർ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലാണ് ഇടിച്ച് നിന്നെ പരിപാടി അവിടെ ഇരിക്കണം ഇങ്ങനെ വല്ലത് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ഇത്ര ബുദ്ധിമുട്ടിയിട്ട് ഇതിന്റെ ഇടയിലായിരിക്കുമല്ലോ പാട്ട് പഠിക്കുന്നത്, അല്ലെ? സമയം കിട്ടാറുണ്ടോ? അല്ല, അത് ഈ പാട്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും കിടക്കും. നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോഴും എപ്പോഴും അതിങ്ങനെ മൈൻഡിൽ കിടക്കണ്ടാവും. ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് സംഗീതത്തിന്റെ ബേസിക് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും പാട്ട് കേട്ടും നമ്മളെ പാട്ട് എഴുതിയിട്ട് അതിന്റെ ഓരോ സംഗതികളൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും. ആ മാർക്കേണ്ട മനസ്സിലാവും, എന്തോ ചെയ്യാനുള്ളതെന്ന് മനസ്സിലാവും. സാർ ഒരു ദിവസം റോട്ടിൽ നിൽക്കുമ്പോഴേ ഒരു ബൈക്കുകാരൻ എല്ലാം നിർത്തിയിട്ട് ഇങ്ങനെ വന്നു, സാറ് പാട്ട് നോട്ട് ചെയ്യായിരുന്നു, ഇയാളെ വെച്ച് ഫൈന് കൊടുക്കാൻ വേണ്ടി. നോട്ട് ചെയ്യുന്നത് ആ സമയത്തല്ല, ഞാൻ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് പാട്ട് എഴുതിയിട്ട് കേട്ട് വീണ്ടും നമുക്ക് പാടി നോക്കുമ്പോൾ മനസ്സിലാവും അന്ന സ്ഥലത്ത് എന്തോ വേറെ സംഗതി ഉണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു മാർക്കറ്റാ നമുക്ക് മനസ്സിലാവും ഇന്നതാ ഉദ്ദേശിച്ചേക്കണ. അപ്പൊ അങ്ങനെ വീണ്ടും ഈ പറഞ്ഞ പോലെ രാത്രി 10 to 12 സമയമാണ് മിക്കവാറും ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ജോലിയെല്ലാം പിന്നെ ഇത് പറഞ്ഞ പോലെ പാട്ട് ആയതുകൊണ്ട് നമുക്കതൊരു സ്ട്രെയിൻ ഇല്ല. അപ്പൊ സാർ ഈ പോലെ പോലീസ് ബാൻഡ് എന്നൊക്കെ ഇല്ലേ, അവരുടെയൊക്കെ പ്രോഗ്രാംസിനൊക്കെ പാടാറുണ്ടോ? അത്യാവശ്യം പരിപാടികളൊക്കെ പാടാറുണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ ഒരു ഡൗട്ടോടെ, ഈ നമ്മുടെ ഷൂട്ട് ഗ്രൂമിങ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസം ഡ്യൂട്ടി എങ്ങനെ മാനേജ് ചെയ്യും? അത് ഞാൻ ഒഫീഷ്യലായിട്ട് ഒരു പെർമിഷനൊക്കെ മേടിച്ച് കൂടെയുള്ള എല്ലാവരും സപ്പോർട്ടോടുകൂടിയാണ് വന്നേക്കുന്നത്. പിന്നെ ഫുൾ ടൈം ഗ്രൂമിങ്ങിൽ വരാൻ പറ്റിയില്ല, പാർട്ട് ടൈമായിട്ട് വന്ന അത് ഇവിടുത്തെ പ്രിയപ്പെട്ട സിയാദ് ബ്രോ ഉൾപ്പെടെയുള്ള അവരുടെ ഒരു സപ്പോർട്ട്. ഗ്രൂമിംഗ് ഒരു ഉച്ചയ്ക്ക് GP വന്നിറങ്ങി എന്ന് പറഞ്ഞ് ഇവരൊക്കെ അതൊക്കെ അയ്യോ ഞാനിനിയും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് കണ്ടമിറങ്ങി ഓടി, അതാണോ ആ സീനാണോ? അല്ലല്ല. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഗ്രൂമിംഗ് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചൊരു വേറെ ഒരു അനുഭവമാണ്. കാരണം ഇങ്ങനെ ഒരു ഗ്രൂമിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കറക്ഷൻ ഇതുവരെ നമുക്ക് ഡയറക്റ്റ് കിട്ടിയിട്ടില്ല എങ്ങൊന്നും. അപ്പൊ ഈ പറഞ്ഞ പോലെ സാറിന് മനസ്സിലായത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന സംഭവമല്ല, കാരണം അതിങ്ങനെ കിടക്കും. പക്ഷെ അത് കാലക്രമണത്തില് പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര പാടുന്നുണ്ടല്ലോ, ഗ്രൂമിങ്ങിനും ശരിക്കും വരാൻ പറ്റിയില്ല, എന്നിട്ടും യു സാങ് ഇറ്റ് ക്വൈറ്റ് ഫെയർ. കാരണം ഇങ്ങനത്തെ ശരിക്കും പറഞ്ഞ പാട്ട് കലാവാസനയൊക്കെ എല്ലാ മനുഷ്യരിലും ഉണ്ട്. ഈ മൂളിപ്പാട്ട് പാടാത്തവരായിട്ട് ആരുമില്ല. അപ്പം സാർ ഇപ്പൊ ഇതുപോലത്തെ തിരക്കുള്ള ഇങ്ങനത്തെ ഒരു ജോലിയുടെ ഇടയിലും സംഗീതത്തിന് ഒരു സമയം കൊടുക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ മനസ്സിന് എപ്പോഴും എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ഒരു റിലീഫ് എന്ന് പറയുന്നത് സംഗീതമാണ്. അപ്പം ഇതുപോലെ പാട്ടുകൾ പാടിയതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും ഒക്കെ ഇങ്ങനെ ഒരു സാറുണ്ട് എന്നുള്ളത്, ഇങ്ങനെ ഒരു പാട്ട് ഇഷ്ടമുള്ളൊരു സാറുണ്ട് എന്നുള്ളത് എല്ലാവരും കണ്ട് ഈ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇനിയും ഈ ഒരു വേദിയിൽ സാറിൻ്റെ പാട്ടുകൾ കേൾക്കണം. ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ തമാശകളും കാര്യങ്ങളൊക്കെ പറയും, അതൊന്നും കാര്യമായി എടുക്കരുത്, മനസ്സിലൊന്നും വെക്കരുത്. പേടിയാണ്. പിന്നെ ശ്രുതിയുടെ കാര്യങ്ങളും ഇങ്ങനെ താളത്തിന്റെ കാര്യങ്ങളൊക്കെ ആലുവ സൈഡിലേക്ക് പോകുന്നോണ്ട് അതെ ഇതല്ലേ എനിക്ക് കമന്റ് പറഞ്ഞോളൂ. വണ്ടി നമ്പർ ആലുവ നാർക്കോട്ടിക് സെൽ എന്ന് പറയുന്ന വിങ് ഉണ്ട്, അവിടെയാണ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. സാറ് പിന്നെ ആന്റി ഡ്രഗ്സ് അതിനെതിരെ പിന്നെ കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ എടുക്കാൻ പോകാറുണ്ട്.
ആ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ സാർ ഒരു പാരഡി എഴുതി കുട്ടികളെ മുമ്പിൽ പാടി. ആഹാ, ഇല്ലുമിനറ്റി പാട്ടില്ലേ, അതെ, ആ പാട്ടിന്റെ പാരഡി ഒന്ന് കേൾക്കാം. ഈ ആന്റി ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അല്ലേ കണ്ട, ഇതെല്ലാം എന്റെ ചാത്തന്മാരെന്നെ അറിയിച്ചു. അതൊന്ന് കേട്ടാലോ, ഓക്കെ. പാടാമോ? അപ്പോൾ ഈ നമുക്കറിയാം, ഇപ്പോൾ കുട്ടികളിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശം കൊടുക്കുമ്പോൾ അപ്പോൾ അവർ ഒരു പാട്ടിലൂടെ ആകുമ്പോൾ അവർ കൂടുതൽ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെയാണ് വന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാനത് ഒന്ന് എഴുതി പാടിയത്. നാടിൻ നന്മയുള്ള പൊന്മക്കളെ മുത്തായവരെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവരെ, സ്കൂളിൻ ചുറ്റുപാടിൽ ലഹരി സംഘം കൂടി വരുമ്പോൾ നീറും നാശത്തിലായി പെട്ടിടല്ലേ. മകനെ മാറിപ്പോ നീ ലഹരിക്കൂട്ടിൽ പെടാതെ നില്ല്, ഇരുട്ടിൻ മറവിൽ വാഴും മാഫിയക്ക് എതിരായി നില്ല്, ഞൊടിയിൽ പഠിക്കാനായി എന്നും വേണം കരുത്ത്, അതിനായി കരുതി നീങ്ങാം ലഹരി വലയിൽ കുരുങ്ങിയിടാതെ നമ്മൾ മുന്നോട്ട്. ലഹരി തുലയട്ടെ, നാടിൻ നന്മരമായി യുവജനത വളരട്ടെ, നമ്മൾ മുന്നോട്ട്. ലഹരി തുലയട്ടെ, നാടിൻ നന്മരമായി യുവജനത വളരട്ടെ. അടിപൊളി. എന്താണ് ജഗ ഒരു ഉത്സാഹമില്ലാത്ത പാട്ടിന് കൈയടിക്കാൻ? ജീവ അതിന്റെ വരികൾ എഴുതിയത് സാർ തന്നെ വരികൾ എഴുതി, നല്ല സന്ദേശവും കൂടെ ഉണ്ട്. അടിപൊളി, നല്ല നല്ല കൈയടി. ആ ഗ്യാപ്പിൽ നിങ്ങൾ മാർക്ക് ആലോചിച്ചിരിക്കുന്നു. യെസ്, നന്നായിട്ട് ശ്രദ്ധിച്ചു വേണം മാർക്ക് കൊടുക്കാൻ. ഷിഹാബ്, യെസ്, ഷിഹാബിന് 35 Thank you, sir. Out of 50. And Manjari? 36. ഒരു മാർക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു മാഡം. 71 out of 100. ഇതിപ്പോൾ തുടക്കമായിട്ടേ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഡ്യൂട്ടിക്കിടയിൽ കുറച്ച് സമയം ഗ്രൂമിങ്ങിന് എക്സ്ട്രാ കണ്ടെത്തി. നമ്മൾ അടുത്ത പ്രാവശ്യം കസർന്നു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. എൻ്റെ പേര് ശ്രാവൺ. ഞാൻ തൃശ്ശൂരാണ് വീട്. ഞാനിപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യണം. സിംഗിലേക്ക് വന്നത് ഇച്ചിരി ഒരു വലിയൊരു കഥയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ പാടുന്ന ഓൾറെഡി അറിയാം. അപ്പോൾ ഒരു ദിവസം ക്ലാസ്സിൽ ഫ്രണ്ട്സ് പണിയൊന്നാണ്, ഇവൻ പാടുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവൻ പാടുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ സജിത ടീച്ചർ എന്ന് പറയും, ഞാൻ പാടുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് പാട്ട് പഠിക്കാൻ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ജന്മം ചെയ്ത കൂട്ടാകില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു. വളരെ ചീത്തൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് പാടിച്ചു. അതാണ് ഫസ്റ്റായിട്ട് ക്ലാസ്സിൽ പാടുന്ന ഒരു ഫസ്റ്റത്തെ ഇൻസിഡൻറ്റ്. പിന്നെ ടീച്ചറുടെ എല്ലാ പീരീഡിലും എൻ്റെ ഒരു പാട്ടുണ്ടാവും, പഠിപ്പിക്കുന്ന ഇടയിലൊരു പാട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ടീച്ചർ കാരണം ഇത് ഞാൻ സ്കൂളുകളിൽ പിന്നെ പാടി തുടങ്ങിയത് 6ാം ക്ലാസ് തൊട്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഗ്രൂപ്പ് സോങ് ആയാലും അങ്ങനെയുള്ള എല്ലാ കോമ്പറ്റീഷൻസ് ആയാലും പാടി തുടങ്ങിയത്. ഫസ്റ്റ് പാട്ട് ഞാനിപ്പോൾ പാടാൻ പോകുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എൻ്റെ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലൊരു വലിയ സ്റ്റേജിൽ ഞാൻ പെർഫോം ചെയ്യുന്നത് കാണുന്നുള്ളത്. ഇപ്പോൾ അച്ഛൻ നാട്ടിലില്ല, ഗൾഫിലാണ്. ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്വയംവരചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ കുഞ്ചും കളിത്തിന്നലേ നെഞ്ചിൻ കിളിക്കുഞ്ചലേ മെല്ലെയൊന്നു ചെന്നു പറയാമോ പാതി വിടരും കിനാവിൻ പരിഭവങ്ങൾ സന്ധ്യ വിടർന്നു സ്നേഹയമുനാ നദിക്കരയിൽ ഇന്നും അവൾ മാത്രം വന്നില്ല വരുമെന്നു വെറുതെ തോന്നി ഈ വഴിയിലേറി നിന്നു
മനമിന്നു മകളെ വിതുമ്പുന്നിതാ സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ മുടിവാർന്നു കോതിയതെല്ലാം നിറമിഴിയിലഞ്ജനം മാഞ്ഞോ കൈവളകൾ പോലും മിണ്ടില്ല കുയിൽ വന്നു പാടിയതെന്തേ പ്രിയ സഖികളോതിയതെന്താണോ പൂമിഴികളെന്തേ തോർന്നീല അനുരാഗം പ്രിയരാഗം പെയ്തു തീരാതെ പോകുന്നു മോഹം കടലല പോലെ അല തല്ലി അലയുന്നിതെൻ മാനസം കുഞ്ചും കളിത്തിന്നലേ നെഞ്ചിൻ കിളിക്കൊഞ്ചലേ മെല്ലെയൊന്നു ചെന്നു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ ബ്യൂട്ടിഫുൾ. ശ്രാവൺ അടിപൊളിയായിരുന്നു. ക്രോണിക് ബാച്ചിലറെ പാട്ടല്ലേ? അതെ. അടിപൊളി അടിപൊളി. ഉഷാർ അവസാർ തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ. തൃശ്ശൂർ തൃശ്ശൂർ എവിടെ? തൃശ്ശൂര് മെഡിക്കൽ കോളേജ് ഭാഗത്ത് മുണ്ടത്തിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം. മുണ്ടത്തിക്കോട്. മുണ്ടത്തിക്കോട്. മനസ്സിലായി. ശ്രാവൺ മൊത്തത്തിൽ ഈ പാട്ട് ഒരു സ്വകാര്യം പറയുന്ന പോലെയാണ് എനിക്ക് കേട്ടത്. നിങ്ങൾക്കാർക്കെങ്ങനെ അങ്ങനെ തോന്നിയാണ്? സ്വയംവര ചന്ദ്രികേ നിന്റെ ശബ്ദത്തിന്റെ ആണോ അത് നീ അങ്ങനെ ആക്കി പാടുന്നതാണോ? അതോ ഞങ്ങൾക്കല്ലേ ഇത് പാടി തന്നെ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നീ നന്നായിട്ട് പാടി. ആദ്യമേ അത് പറയട്ടെ, ടെൻഷൻ ആവണ്ട. ഗംഭീരമായിട്ട് പാടി. അതൊക്കെ ഓക്കെ. ഞാൻ പാടിയത് എങ്ങനെയാണ് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ജയേട്ടൻ പാടിയിരിക്കുന്ന പാട്ട് ജയേട്ടൻ വേറെ ടൈപ്പ്. പക്ഷെ സാർ പറഞ്ഞ കാര്യം ഞാൻ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ. സ്വകാര്യം പറഞ്ഞ് കേൾക്കുന്നത് നമ്മളിങ്ങനെ. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്. സ്വകാര്യം നമ്മളോട് പേഴ്സണലായിട്ട് പറയുന്ന പോലെയല്ലേ എന്റെ അർത്ഥം? അതെ അതെ തീർച്ചയായിട്ടും. ആരോ എവിടെയോ ഇരുന്ന് ഇത് കേൾക്കുന്നുണ്ട്. മതി, ബാക്കി ഞാൻ ചോദിച്ചോളാം. ചോദിച്ചോ. സാധനം കിട്ടി ശരിക്കും? അല്ല ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീല് വരേണ്ട കാര്യം എന്തായിരിക്കണേ? തുറന്ന് എല്ലാവരോടും പറയണ്ടേ? ഇത് ഒരു സ്വകാര്യം ഒരാളോട് പറയുന്ന പോലെയാണ് പാടിയത്. ഒളിച്ചിട്ടുള്ള പ്രേമമാണ്. അല്ലെ? പോട്ടെ പോട്ടെ പോട്ടെ. അല്ല അങ്ങനെ വേണ്ട. ഇപ്പൊ ടെൻഷൻ അടിപ്പിക്കണ്ട. ശരി, അടുത്തതിലേക്ക് പോവാം. മോനെ, ഈ പാട്ട് തുടങ്ങുമ്പോഴേ എപ്പോഴും നമുക്ക് എപ്പോഴും അവിടെ കീബോർഡ് പ്ലേയേഴ്സ് ഒന്നെങ്കിൽ അവര് ഇത് അത്ര എളുപ്പമല്ല. ഒരു ഇംഗ്ലീഷ് പാട്ടൊക്കെ പാട താരാ എന്നൊക്കെ പാടാ, ഗരി സനി സരി അങ്ങനെ പാടാ. ഗ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നമ്മളിവിടുന്ന് സൂചിയിൽ എറിയില്ലേ, ശരിക്കും ആ ഉന്നത്തിൽ ടാർഗറ്റിലെത്താൻ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അപ്പം നമ്മളത് പതുക്കെ അതിലേക്ക് കൊണ്ടെത്തിക്കണം. അപ്പോൾ അത് സെക്കൻഡ് ടൈം പാടിയപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അത് കഴിഞ്ഞിട്ട് സ്വയംവര റിപ്പീറ്റ് ചെയ്യുന്നില്ലേ, അവിടെ നന്നായി. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായോ? എന്താ നീ ചെയ്തത്? അല്ല, കുറച്ച് ഒതുക്കി പാടി. ഒതുക്കിയതൊന്നുമില്ല. സ്വയം എന്ന് പാടുന്നതിനെ സ്വയം, അതായത് ഷഡ്ജത്തിന് താരി തര ടാരി പറഞ്ഞ ശ്രുതി കിട്ടും. അന്ന് ശ്രുതി ഇട്ട് കൊടുത്തേ. ഇത് വെറുതെ സ്ട്രെയിറ്റ് ആവാണ്ട് സ്വയം സ്വയം. ഇപ്പൊ ശ്രുതി കറക്റ്റായി. ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് പാടിയാലും ശ്രുതി കറക്റ്റ് ആവും.
കാരണം ശ്രുതി കിട്ടി. ഇപ്പോൾ അവിടെ ഇപ്പോൾ ടേക്കിൽ പാടുമ്പോൾ അതായത് എപ്പോഴും ഒരു നോട്ട് നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് താഴെയുള്ള ഒരു നോട്ടിൽ നിന്ന് അതിലേക്ക് എത്തിക്കണം. അത് കേൾക്കരുത്, നമ്മൾ സ്ട്രെയിറ്റ് ആ നോട്ടിലേക്ക് ഇങ്ങനെ കൃത്യമായിട്ട് എടുത്ത് വയ്ക്കുന്ന പോയിന്റ് പോലെ സൂചിയിൽ കോർക്കുന്ന പോലെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. അതാണ് ഈ അശ്രുതി കുറച്ച് മിസ്സാവുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. എല്ലാ നോട്ടുകളും അത് ലയിക്കാൻ നോക്കുക, നമ്മൾ ലയിക്കാനായിട്ട് നോക്കണം, അപ്പോഴാണ് ആ ലയം വരിക. യു ഗോട്ട് ദ പോയിന്റ്. പിന്നെ സംഗതികളൊക്കെ പാടുന്നുണ്ട്. ഈ ചില സ്ഥലത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നിടത്ത് മാത്രം ചെറിയൊരു ശ്രുതിയുടെ കുഴപ്പമുണ്ട്. പിന്നെ ആ കുയിൽ വന്നു പാടിയത് എന്തേ എന്ന് പറഞ്ഞ പോർഷൻ സോ ബ്യൂട്ടിഫുൾ മാൻ. താങ്ക് യു സർ. സോ ബ്യൂട്ടിഫുൾ. കുയിൽ വന്നു പാടിയതെന്തേ, പ്രിയ സഖികളോദിയതെന്താണോ, പൂമിഴികളെന്തേ തോർന്നീല. പിന്നെ നെഞ്ചിന്ന് പറയുന്നിടത്ത് ഒരു ഇംപ്രവൈസേഷനൊക്കെ മോൻ ശ്രമിച്ച്, ഇംപ്രവൈസേഷനല്ല ജേട്ടൻ പാടിയിട്ടുണ്ടത്. അത് നന്നായിട്ട് വിചാരിച്ചു, പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയില്ല. ശ്രമിച്ചു, എനിക്കിതൊക്കെ അറിയാം. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതൊക്കെ കിട്ടിക്കാം. യു നോ ദാറ്റ് ദിസ് ഈസ് ദ ഫസ്റ്റ് ലെഗ്. ഇനി ഇവിടെ അങ്ങോട്ട് ഇരിക്കല്ലേ, ദിസ് ഈസ് ഇത് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചില അടുത്ത ഇതൊക്കെ ഓക്കെയാണ് 100% കഴിഞ്ഞിട്ട് വരരുത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. വളരെ പതുക്കെ പറയുന്നുള്ളൂ, മിതമായിട്ട്. പക്ഷെ നന്നായിട്ട് പാടുന്നുണ്ട് നിന്റെ ഈ ഒതുക്കി പാടുന്നത് ഇങ്ങനെ. ആ ശബ്ദത്തിന്റെ എന്താ എനിക്കറിയാം, ശബ്ദത്തിലുള്ളതാണോ അങ്ങനെ, അതോ ഈ സ്വകാര്യം നാച്ചുറൽ ആയിട്ടാണ് ഈ സ്വകാര്യം മറ്റുള്ളവരോട് പറയേണ്ടി വരുന്നത്, അതോ അത് അങ്ങനെ അത് ചോദിക്കും, ജീവ ചോദിക്കുക. അത് പറയുമ്പോ ഒരു വെപ്രാളം, ഒരു ടെൻഷൻ, എന്തോ ഒരു വിറവല് പോലെ. ഞാനൊന്ന് സെറ്റിലായിട്ട് ചോദിക്കാം. ഞാൻ എന്റെ ഓർമ്മയിലുണ്ട്, നമ്മുടെ റഡാറിൽ പെടാതെ ആരും പോവില്ല. ശ്രാവൺ വെരി നൈസ് മാൻ, വെരി നൈസ്. ഞാൻ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നു. ശ്രാവൺ ഗംഗേ. ശ്രാവൺ നല്ല പാട്ട്, നല്ല പേര് എന്ന് പറയാൻ വന്നത്. ശ്രാവൺ നല്ലൊരു പേര്, ഡിഫറെന്റ് ആയിട്ടുള്ള പേര്. ഞാൻ ഇതുവരെ ഈ പേര് കേട്ടിട്ടില്ല. ആരാണ് ഇത് ഇട്ടത് ഈ പേര്? അച്ഛനാണ്. അച്ഛനാണ്. അച്ഛന് പാട്ട് ഇഷ്ടമാണോ? ഓ, അച്ഛൻ പാടും ചെറുതായിട്ട്. ഓ, അച്ഛനാണോ? അച്ഛൻ ഗൾഫിലാ. അച്ഛനാണോ ഗുരു? അല്ല, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല, ബേസിക്കലി പാട്ട് പഠിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ ഇത് സംസാരിച്ച എന്തിനാന്ന് വെച്ചാല് എനിക്ക് ശ്രാവണിന്റെ ശബ്ദം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ സംസാരിച്ചതാണ്. കാരണം ശ്രാവണിന്റെ ശബ്ദം ഇതാണ്. അച്ഛൻ ഇതാണ് ശബ്ദം. അച്ഛൻ ഇവിടെ ഇല്ല, അങ്ങനെയല്ലല്ലോ. അച്ഛൻ ഗൾഫിലാണ്. ഈ ഇതില് വേണം പാടാൻ. ഇപ്പോ ഇത് നേരത്തെ എല്ലാരും സൂചിപ്പിച്ച അതേ കാര്യമാണ്. സ്വകാര്യം പറയുന്നത് പോലെ എല്ലാ പാട്ടും ഒതുക്കി പാടാൻ. സ്വകാര്യം ഇങ്ങനെ സ്വകാര്യം പറയണമെന്നില്ല. ഇതിപ്പം ഇതിന്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം സിനിമയിൽ. അപ്പൊ ആ വോയിസിന്റെ ഒരു ടെക്സ്ചർ വരണമെങ്കിൽ നിങ്ങളുടെ വോയിസ് കേൾക്കണം. അത് ഫസ്റ്റ് 2 ലൈൻസ് ഒന്ന് ഇതിപ്പോ സംസാരിച്ചൊരു വോയിസിൽ ഒന്ന് പാടും. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ, പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ. അത് എനിക്ക് ഇതൊരു ഹാബിറ്റായി വന്നിരിക്കുകയാണ്. ഈ ഹാബിറ്റ് മാറ്റണം. കാരണം കൂടുതൽ കാറ്റ് വന്നോണ്ടിരിക്കുമ്പം താഴത്തെ ഇങ്ങനെ പോവും. താഴെ ഒന്നും പാടാൻ പറ്റില്ല. ബേസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വോയിസ് തന്നെ വേണം. അപ്പൊ അതൊന്ന് ശരിക്കൊന്ന് പ്രയത്നിക്കുക. കാരണം വോയിസ് എന്ന് പറയുമ്പം കാറ്റ് കൂടുതൽ കയറുമ്പോൾ വോയിസിന്റെ ഐഡന്റിറ്റി പോവും. അപ്പം നല്ലൊരു വോയിസ് ഉണ്ടല്ലോ, അത് കളയാതെ അത് പാട്ടിൽ എങ്ങനെ കൊണ്ടുവരാം എന്നും കൂടി ഒന്ന് ചിന്തിച്ച് അങ്ങനെ പോവാം. ഓക്കെ, ഞാൻ ശ്രാവൺ എന്ന് വിളിക്കുമ്പോൾ ശ്രാവൺ എന്ന് വിളിക്കുമ്പോഴല്ലേ കേൾക്കുള്ളൂ. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ശ്രമിക്കാം. ബാക്കി അതർവൈസ് എന്താ പറയാ, നല്ല സ്വീറ്റ് ആയിട്ട് പാടി. ശരിക്കും ഒരു കാമുകി തൊട്ടടുത്തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്വകാര്യം പാടിക്കഴിഞ്ഞാല് കാമുകി ഓ ചേട്ടാ എന്ന് പറഞ്ഞു വരും. അതെ, ഫ്ലാറ്റ്. അപ്പ ഫ്ലാറ്റ്. അങ്ങനെ ആരാണ് ഫ്ലാറ്റ് ആയത്? ആരും ഇല്ല. പക്ഷെ കാമുകി അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ പാടിയ കാമുകി കേൾക്കില്ല. ശരി, കുറച്ചുകൂടെ ഒന്ന് ഒരു പ്രസൻസ് ആവാം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ശ്രാവൺ പഠിക്കണോ? ഞാൻ വർക്ക് ചെയ്യാം. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ മണപ്പുറം ഫിനാൻസിന്റെ ഹെഡ് ഓഫീസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അവിടെ സ്വർണ്ണം ഉണ്ടല്ലേ നടക്കുള്ളൂ അല്ലടാ? ഞാൻ ഐടിയിലാണോ? എന്നാലും ഹോൾഡ് ഉണ്ടാവുമല്ലോ. ഇല്ല. എന്താണ് അംബീഷൻ? എനിക്ക് ഇതുപോലെ ഒരു നല്ലൊരു സ്റ്റേജിൽ പാട്ട് പാടണമെന്ന് ചെറുപ്പം തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇതുപോലെ. ഓ, അടിപൊളി. അപ്പം
ആഗ്രഹമായി. ഇനി നമ്മൾ പാടി, ഇനി ഒരുപാട് പാട്ടുകൾ ഇവിടെ പാടണ്ടേ? ഉറപ്പായിട്ടും. അപ്പോൾ അവർ പറഞ്ഞൊക്കെ കേട്ട് നമ്മൾ ഉഷാറായി അടുത്ത റൗണ്ടിൽ വന്നിട്ട് സ്വകാര്യമായി കസറും കസർ ഇപ്പം മാറി. ആ ആ. അതിന്റെ മേലെ. അപ്പോ ശ്രാവന്റെ ഈ റൗണ്ടിലെ പെർഫോമൻസിന്റെ മാർക്സ് ഔസർ 41. 41. അടിപൊളി. താങ്ക് മഞ്ചേരി ശ്രാവൺ ശ്രാവൺ 41. ടോട്ടൽ ശ്രാവൺ എത്രയായി? 82. 82. ആ ഇപ്പൊ നല്ല സൗണ്ട് വരുന്നുണ്ട്. അതേപോലെ സൗണ്ടിങ്ങനെ ജിൽജിലായിട്ട് പുറത്തേക്ക് വരട്ടെ. തീർച്ചയായും. നമുക്ക് ഒരുപാട് പാട്ടുകൾ പാടണം ഓക്കെ, തുറന്ന്. ഡൺ. ഓക്കെ, അപ്പൊ ഉഷാർ. ഓക്കെ. ഫ്ലവേഴ്സ് വോയിസ് ഓഫ് കേരള, അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പര്യവസാനിച്ചിരിക്കുന്നു. സന്തോഷമായിട്ട് ഉറങ്ങി ഉഷാറായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും. ഓക്കെ, അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് വോയിസ് ഓഫ് കേരള. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.